ആരാണ്? പറയാം, അകത്ത് വരട്ടെ. മഴ. ലൈറ്റ് ഇല്ല. ലൈറ്റ് വരും. എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. ആ സമയത്ത് ഒരു പെണ്ണ് തനിച്ചു വന്ന് കയറിയപ്പോൾ ഭയന്നു പോയോ? നോണോ? ഓ, എന്റെ കാലും നിലത്ത് മുട്ടുന്നുണ്ടോ എന്നാണോ നോക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചത്? ആ സമയത്ത് വന്ന് കയറിയതല്ലേ, യക്ഷിയാണെന്ന് തോന്നാം. ഇപ്പൊ അവിടെ നിന്ന് വരുന്നു. കൊട്ടാരക്കര നിന്ന്. റോഡിൽ ഒരു മരം വീണ് കിടക്കുന്നു. ഇടിയും മഴയും. ആ കടപ്പുറത്ത് ആ കൽമണ്ഡപത്തിന് വടക്കായി കാറ്റാടി മരങ്ങൾക്കിടയിൽ ഒരു വീട് കാണുന്നില്ലേ? അതാണ് എന്റെ വീട്. എനിക്ക് ഒരമ്മമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ നനഞ്ഞൊലിച്ചിരിക്കുകയാണ്. അത്ഭുതം മാറിയെങ്കിൽ എനിക്ക് മാറി കൊടുക്കാൻ എന്തെങ്കിലും. മാറാൻ? What shall I give you? Let me see. ഇതേ ഉള്ളൂ. താങ്ക് യു. മാഡം സോറി. ശ്രീനി, എന്റെ പേരെങ്ങനെ അറിയാം? എനിക്കറിയാം, എല്ലാം അറിയാം. അറിയാൻ വയ്യെങ്കിൽ അർദ്ധരാത്രി ഞാനിങ്ങോട്ട് കയറി വരുന്നു. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെയോ ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ. എന്താ പേര്? രാഗിണി. 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 സുന്ദരിയായ രാഗിണി. ശ്രീനിക്ക് പ്രശംസിക്കാൻ അറിയാം. പ്രശംസയല്ല, സത്യം. എന്താണൊരു സുഗന്ധം, പാലപ്പൂവിന്റെ വാസന. ശ്രീനിയുടെ പ്രശംസയുടെ വാസനയാണ്. ശ്രീനി കലാകാരനാണ്, നല്ലവനാണ്. വികൃതമായ മുഖമുള്ള എന്നോട് സഹതാപം തോന്നുന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മുഖത്തിന്റെ സൗന്ദര്യം ഒരുതരം തോന്നലാണ്. നല്ല മനസ്സുള്ളവർ സുന്ദരന്മാരാണ്. രാഗിണി, ബി ഫ്രാങ്ക്. എന്റെ ഈ വികൃത മുഖം നിന്നെ ഭയപ്പെടുത്തുന്നില്ലേ? ഒരു സയന്റിസ്റ്റിന്റെ ആസിഡ് വീണ് പൊള്ളിയ മുഖമാണ്. ഞാൻ ഇന്നുവരെ ഒരു പുരുഷന്റെ മുഖത്തും കാണാത്ത സൗന്ദര്യം ശ്രീനിയുടെ മുഖത്ത് കാണുന്നു. എനിക്കെന്നെ മുഖം തിരിച്ചു കിട്ടി. എനിക്കെന്നെ മുഖം തിരിച്ചു കിട്ടി. രാഗിണി, നീ ആത്മാർത്ഥമായി പറയാണ് ഇത്? എന്റെ ആത്മാർത്ഥത ശ്രീനിക്കറിയണം. ലൈറ്റ് പോയി. ലൈറ്റ് പോയി. നീ ഒരു ദേവതയാണ് രാഗി, ദേവത. ശ്രീനി യക്ഷികളെ പറ്റി ഗവേഷണം നടത്തുകയല്ലേ? എന്നെ പറ്റി നിനക്ക് എല്ലാം അറിയാമല്ലോ. നീ ആരാണ്? യക്ഷി. സ്നേഹമുള്ളൊരു പുരുഷനു വേണ്ടി ദാഹിച്ചു നടക്കുന്ന യക്ഷി. നിന്നെ പറ്റി എല്ലാം എന്നോട് പറയൂ.
എനിക്കൊരു അമ്മമ്മ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞല്ലോ. എന്നെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കയില്ലെന്ന് എനിക്ക് വാക്കു തരൂ. ഇല്ല. അത് യക്ഷിപ്പാലയാണ്. അതെ. അത് പൂത്തിട്ടില്ലേ? ഇല്ലല്ലോ. പാല പൂക്കും. എന്റെ രാഗി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ശ്രീനി വല്ലാതെ വികാരാധീനനാണ്. വരൂ. കിടന്നുറങ്ങിക്കൊള്ളു. നേരം വിളിക്കുന്നതിന് മുൻപേ ഞാൻ പോകും. ഇനി എപ്പ കാണാം? അടുത്ത വെള്ളിയാഴ്ച സന്ധ്യ കഴിഞ്ഞ് കടപ്പുറത്തുള്ള കൽമണ്ഡപത്തിൽ വരുമോ? വരാം. കണ്ണടച്ച് ഉറങ്ങിക്കൊള്ളു. നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നേരം വെളുക്കാറാകുന്നതുവരെ ഞാനിവിടെ കാണും. വരൂ വരൂ